വെൽക്കം തൈമോനാണ്. ഈ വീഡിയോ അൽഷൈമേഴ്സ് ഡിസീസ് ഫാർമക്കോളജി ആൻഡ് പത്തോഫിസിയോളജി ഇതിലെ നമ്മുടെ ആദ്യ വീഡിയോ. ഞാൻ അൽഷൈമേഴ്സ് ആയിരിക്കും മിക്കവാറും പറയുക. ഓക്കെ, ദെൻ നമുക്ക് പറയേണ്ടത് ഒന്ന് പത്തോഫിസിയോളജി ആണ്, രണ്ട് നമുക്ക് ഫാർമക്കോളജി, ഡ്രഗ്സ് ഫോർ ട്രീറ്റ്. സോ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഫാർമക്കോളജി ഒഴിച്ച് ബാക്കിയെല്ലാം ആയിരിക്കും പറയുക. സോ ഇതിന്റെ ലക്ഷണങ്ങൾ, ഡയഗ്നോസിസ് പറയും, പത്തോഫിസിയോളജി, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പറയുക. സോ ഇതിനെ മലയാളത്തിൽ മറവി രോഗം എന്ന് വിളിക്കാറുണ്ട്. മറവി രോഗങ്ങൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അതിലൊന്നാണ് അൽഷൈമേഴ്സ്. രണ്ടാമത്തെ പേര് സ്മൃതിനാശം എന്നാണ്. സ്മൃതിനാശമാണ് കൂടുതൽ ക്ലിയർ എന്ന് എനിക്ക് തോന്നുന്നു. സോ ഇന്നൊക്കെ മലയാളത്തിൽ പറയാറുള്ള രോഗത്തെ പറ്റിയാണ് നമ്മൾ ഈ പറയുക. സോ ഫസ്റ്റ് പോയിന്റ്, ദ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് ദാറ്റ് ദിസ് എ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആണ്. ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ഓർ ഡിസോർഡർ ആണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോൺസ്, ബ്രെയിനിലെ ന്യൂറോൺസ് പതിയെ പ്രവർത്തനങ്ങൾ നിലച്ച് അത് നശിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെയുള്ള പതിയെ സ്ലോയിൽ പോകുന്ന ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡറിൽ ഒന്നാണ് അൽഷൈമേഴ്സ് ഡിസീസ്. സോ ഇത് ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് 1901 പുള്ളിയുടെ പേര് ആൽബിസ് ദെൻ അൽഷൈമേഴ്സ് ആണ്. അൽഷൈമർ എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഈ രോഗത്തെ പറ്റി വിശദീകരിച്ചത്. അങ്ങനെയാണ് ഈ രോഗത്തിന് അൽഷൈമേഴ്സ് ഡിസീസ് എന്ന് പേര് വന്നത്. സോ ഇപ്പൊ നമ്മുടെ നിഗമനം, ഇപ്പോഴുള്ള അറിവ്, ഇതുണ്ടാകാനുള്ള കാരണം ബ്രെയിനകത്ത്, ബ്രെയിൻ സെല്ലിനകത്തും പുറത്തുമായിട്ട് ചില അമൈലോയിഡ് പ്ലേഗ്സ്. സോ ഇതൊരു കീ വാക്കാണ്, അമൈലോയിഡ് പ്ലേഗ്സ്. രണ്ടാമത്തത് ന്യൂറോ ഫിബ്രില്ലറി ടാങ്കിൾസ് ഉണ്ടാകും. സോ ഇതിന് ഞാൻ NFT എന്ന് ഞാൻ എഴുതത്തുള്ളൂ, ഇത് AP എന്ന് മാത്രമായിരിക്കും എഴുതുക. സോ ഇത് രണ്ടും ഉണ്ടാകുന്നത് മൂലമാണ് ഈ പ്രശ്നങ്ങൾ, ഈ രോഗം ഉണ്ടാവുന്നത് എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അപ്പൊ നമുക്ക് പറയേണ്ടത് ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങൾ പറയണം. രോഗലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഈ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസിൽ ചിലതരം ഡാമേജ് ഉണ്ടാകും. ഈ ഡാമേജ് ഡെമൻഷ്യ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കുന്നു. ഡെമൻഷ്യ എന്ന് വെച്ചാൽ മറവി, സ്മൃതിനാശം എന്നിവയിലേക്ക് നശിക്കും. മറവി മാത്രമല്ല, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഓർ ഡിഫിക്കൽറ്റി ഇൻ ലേണിംഗ്സും ഉണ്ടാക്കുന്നുണ്ട്. സോ ഡെമൻഷ്യ എന്ന് പറയുന്നത് മറ്റ് പല രോഗങ്ങൾ മൂലം ഉണ്ടാക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. വൺ ഓഫ് ദ റീസൺ ഈസ് അൽഷൈമേഴ്സ് ആണ്. സോ പതിയെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് എന്ന് പറയുന്നത്. ആദ്യകാലത്തൊക്കെ ഇത് തിരിച്ചറിയാൻ തന്നെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇങ്ങനെ ഒരു വര വരയ്ക്കാം. വര മീൻസ് തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള. സോ ഇത് നമുക്ക് ആദ്യത്തെ സ്റ്റേജ്. ആദ്യകാലങ്ങളിൽ ഷോർട്ട് ടേം മെമ്മറി ലോസ് ആണ്. നമുക്കതിനെ ഡിക്ലൈൻ ഇൻ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയും. ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് വെച്ചാൽ നമുക്ക് കോൺഷ്യസ് ആയിട്ട് റീകോൾ ചെയ്യാവുന്ന അല്ലെങ്കിൽ ബോധപൂർവം ഓർത്തെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് മെമ്മറി കുറയുക എന്ന് പറയുക. ഉദാഹരണം, രാവിലെ എന്ത് കഴിച്ചു എന്ന് വെച്ചാൽ കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റണമെന്നില്ല. ഇന്നലെ എവിടെ പോയി എന്ന് വെച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശരിയായിട്ട് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കാണുക. പിന്നീട് രണ്ടാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും കോഗ്നിഷ്യൽ ഡിഫക്ട്സ് ഉണ്ടാകും. കോഗ്നിഷൻ തകരാറിലാകുന്നു. ഇപ്പൊ ഉദാഹരണം, പ്രോബ്ലം സോൾവിങ്, അത് ബുദ്ധിമുട്ടാകുന്നു. ദെൻ ലാംഗ്വേജ് സ്കിൽസ്, ഇപ്പൊ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ബുദ്ധിമുട്ടായി തുടങ്ങും. ദെൻ കാൽക്കുലേഷൻ, പ്രെഡിക്ഷൻ, ദെൻ വിഷ്വൽ സ്പാറ്റിയൽ പെർസെപ്ഷൻ എന്ന് വെച്ചാൽ ഒരു സാധനം കണ്ടിട്ട് അതെന്താണെന്ന് കൃത്യമായിട്ട് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയിലൊക്കെ കുറവ് വരുന്നു. ഇതോടൊപ്പം തന്നെ മോട്ടോർ സ്കിൽസിലും കുറവുകൾ വരും. ദെൻ പിന്നീട് ലോങ് ടേം മെമ്മറിനെയാണ് ബാധിക്കുക. ലോങ് ടേം മെമ്മറിയിലും കുറവ് വരും. ഇപ്പൊ ഭാര്യ, ഭർത്താവ്, അങ്ങനെയൊക്കെയുള്ള ഒരു പേര്, മക്കളുടെ പേര്, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പണ്ടേ ഓർത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോകും. പിന്നീട് സ്ഥലം, കാലം തുടങ്ങിയവ തെറ്റി തുടങ്ങും. സോ സ്ഥലവും കാലവും, താൻ എവിടെയാണ്, താൻ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മറന്ന് കൂടെയുള്ളവർ ആരൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും അത് പേഴ്സണാലിറ്റി ചേഞ്ചസിലേക്കായിരിക്കും നയിക്കുക. നമുക്ക് പണ്ടറിയാവുന്ന ഒരാളല്ല ഇപ്പോൾ ആൾ എന്ന രീതിയിൽ. കാരണം ഇയാൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ ഒന്നും പരിചയമില്ല. സോ ഇത് അവരെ ഡിസ്ഓറിയന്റഡ് ആക്കും. ഡിസ്ഓറിയന്റഡ് ടു ദ സിറ്റുവേഷൻ. ആ തൊട്ടടുത്ത് കൂടെയുള്ള ആൾക്കാരെ ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് എന്താണെന്നൊന്നും മനസ്സിലാവുന്നു. സ്ഥലവും നാടും എല്ലാം അപരിചിതരായി കഴിഞ്ഞാൽ അവരിപ്പോൾ പുറത്തിറങ്ങാന്ന് വെച്ചാൽ വീടിന് പുറത്തിറങ്ങിയാൽ തിരികെ വരാനോ മറ്റോ പറ്റാതെ വരും, കാണാതെയാകും, അവരൊറ്റപ്പെടും. സോ ദേ വിൽ ബിക്കം ലോൺലി, ഒറ്റപ്പെടും. അങ്ങനെ അവർക്ക് ഒന്നും പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകാതാവുമ്പോൾ ദേ ബിക്കം മ്യൂട്ട് ആവും, സൈലന്റ് ആകും, സംസാരിക്കാൻ പറ്റാതെയാകും. കാരണം ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല, അവർക്ക് ആരെയും അറിയില്ല. ദെൻ ബിക്കം ഇൻകോണ്ടിനൻസ് ഉണ്ടാകും. ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലവും മൂത്രമൊന്നും പിടിച്ചു വെക്കാൻ പറ്റാതെയാകും. സോ അത് വീട്ടിലൊക്കെ ആണെങ്കിൽ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അത് വീണ്ടും
ആളെ പ്രശ്നങ്ങളിലേക്ക് നയിക്കും, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ചസിനെയൊക്കെ ബാധിക്കും. അവർ പിന്നെയും എവിടെയെങ്കിലും ഒറ്റയ്ക്ക് മൂലയിലേക്ക് പൊക്കൊണ്ടേ ഇരിക്കും. ആൻഡ് ദെൻ ഫൈനലി ദേ വിൽ ബിക്കം ബെഡ് റിഡൻ ആവും. ബെഡിൽ നിന്ന് എഴുന്നേക്കാത്ത അവസ്ഥയിലേക്ക് പോവുകയും അവസാനം അവിടെ വെച്ചിട്ട് സാധാരണ വല്ല ഇൻഫെക്ഷൻസ്, ന്യൂമോണിയ ഇങ്ങനെയൊക്കെ പിടിപെട്ടായിരിക്കും മരണത്തിലേക്ക് പോകും. സോ ഇതാണ് ഒരു ഓർമ്മക്കുറവിൽ തുടങ്ങി അവസാനം മറ്റുള്ള ആൾക്കാരെ ഒന്നും പരിചയമില്ലാത്ത അവസ്ഥ വരികയും അവസാനം ഒറ്റപ്പെടുകയും അവസാനം കിടന്ന് ഇൻഫെക്ഷൻസ് എന്തെങ്കിലുമൊക്കെ വന്ന് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇനി ബ്രെയിനിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ്, വ്യതിയാനങ്ങളാണ് ഉണ്ടാക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് വെയിറ്റ് ഓഫ് ദ ബ്രെയിൻ കുറയും. ബ്രെയിനിന്റെ വെയിറ്റ് ഓഫ് ബ്രെയിനിന്റെ വെയിറ്റ് കുറയും എന്ന് വെച്ചാൽ അട്രോഫി ഉണ്ടാകുന്നു. അട്രോഫി ഉണ്ടാകുന്നു, വേസ്റ്റിംഗ് ഓഫ് ബ്രെയിൻ ഉണ്ടാകും, ബ്രെയിന് തൂക്കം കുറയും. ഇതാണ് ഒരു സംഭവം. രണ്ടാമത്തത് ബ്രെയിനിന്റെ പുറം ഭാഗം നമ്മളെ സാറിന് ഇങ്ങനെയൊക്കെ വരയ്ക്കുക അല്ലെ, അത് ഈ ഉൾഭാഗം ഇങ്ങനെ ഇരിക്കുന്നതിനെ നമ്മൾ സൾക്കായി എന്നാണ് വിളിക്കുക, പൊങ്ങി നിൽക്കുന്നതിനെ നമ്മൾ ഗൈറൈ എന്നാണ് വിളിക്കുക. ഈ സൾക്കായി കൂടുതൽ ഷാലോ ആകും അല്ലെങ്കിൽ ഡീപ്പ് ആകും. സോ സൾക്കായി ഇങ്ങനെ കൂടുതലാവുകയും ഇത് ഇങ്ങനെ ഉയരാതിരിക്കുകയും ചെയ്യും. ഐ മീൻ പ്രോമിനൻസ് കുറയുകയും. സോ സൾക്കായി ബിക്കം മോർ പ്രോമിനന്റ് ആൻഡ് ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ ബിക്കം ലെസ് പ്രൊനൗൺസ്ഡ് ആകുമ്പോൾ ഏകദേശം ബ്രെയിൻ ഇങ്ങനെ തന്നെ ആയിത്തീരും ആൻഡ് ബ്രെയിൻ ചെറുതാകും. ഇതാണ് ഒരു സംഭവം. മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ബ്രെയിനകത്തുള്ള ചില കാവിറ്റീസ് ഉണ്ട്, നമുക്കറിയാം. അതിനെ നമ്മൾ വെൻട്രിക്കിൾസ് എന്നാണ് പറയാം. ബ്രെയിനിലെ 4 വെൻട്രിക്കിൾസ് ഉണ്ട്, 2 ലാറ്ററൽ വെൻട്രിക്കിൾ, 3rd വെൻട്രിക്കിൾ, 4th വെൻട്രിക്കിൾ. സോ ഈ വെൻട്രിക്കിൾസ് വിൽ ബിക്കം എക്സ്റ്റെൻഡഡ് ഓർ എക്സ്പാൻഡഡ്. സോ ഇങ്ങനെ ഇവിടെ വെൻട്രിക്കിൾസ്, ഇത് 3rd വെൻട്രിക്കിൾ, ഇത് 4th വെൻട്രിക്കിൾ, 10th ലൈക്ക് ഇങ്ങനെയാണെങ്കിൽ ഇത് വലുതാകുമ്പോഴത്തേക്കും ഇതിനകത്ത് CSF ഫ്ലൂയിഡ് ആണ് നിറച്ചു വെച്ചിരിക്കുന്നത് നമുക്കറിയാം. സോ CSF ഫ്ലൂയിഡ് അതിനകത്ത് കൂടുതലാവുകയും ബ്രെയിൻ മൊത്തത്തിൽ വെൻട്രിക്കിൾസ് എൻലാർജ് ആവുകയും ബ്രെയിൻ ചെറുതാവുകയും ചെയ്യും. സോ ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ബ്രെയിനകത്ത് പെട്ടെന്ന് കാണാവുന്ന മാറ്റം. ഇനിയും ബ്രെയിനകത്ത് ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ന്യൂറോൺസിന്റെ പുറത്ത് നടക്കും, ഒന്ന് ന്യൂറോൺസിന്റെ അകത്ത് നടക്കും. ഞാനിപ്പോൾ ഒരു ന്യൂറോൺ വരയ്ക്കുകയാണ്, ഇത് ഇതിന്റെ ആക്സോൺ ആണെന്ന് വരയ്ക്കുക, ഇത് ഇതിന്റെ സെൽ ബോഡി ആണെന്ന് വിചാരിക്കും. സോ ന്യൂറോൺസിന്റെ പുറത്ത് നടക്കും, ഇത് സെൽ ബോഡിയാണ്, ഇത് ഡെൻഡ്രൈറ്റ്, ഇത് ആക്സോൺ. സോ ന്യൂറോൺസിന്റെ പുറത്ത് നടക്കുന്നതിനെ നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറയും. സോ എക്സ്ട്രാ സെല്ലുലാർ നടക്കുന്നത് അമൈലോയിഡ് പ്ലേഗ്സ് ആണ്. അമൈലോയിഡ് പ്ലേഗ്സ് ഫോർമേഷൻ ആണ് എക്സ്ട്രാ സെല്ലുലറിൽ നടക്കുക. ഇത് ആക്സോണിന്റെയും ഡെൻഡ്രൈറ്റിന്റെയൊക്കെ പുറത്ത് നിറയെ ഇവിടെയൊക്കെ നിറയെ അമൈലോയിഡ് പ്ലേഗ്സ് വന്ന് അടിയാനായിട്ട് സാധ്യതയുണ്ടാകും. സോ ഇതുമൂലം ഈ ഇവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. സോ ന്യൂറോൺസുകൾ തമ്മിലുള്ള കണക്ഷൻ, ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം ശരിയായിട്ട് നടക്കണമെന്നില്ല. ഇപ്പോൾ അടുത്ത ന്യൂറോൺ ഇവിടെ വരികയാണ്, അല്ലെങ്കിൽ അടുത്ത ന്യൂറോൺ ഇവിടെ വന്ന് ചേരുകയാണെങ്കിൽ തമ്മിലുള്ള കണക്ഷൻസ് ഒന്നും കൃത്യമായിട്ട് നടക്കില്ല, കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വരും. ഇതാണ് ഒരെണ്ണം. ഇത് പുറത്താണ് നടക്കുന്നത്. 2 അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ന്യൂറോൺസിന്റെ അകത്ത് ഇവിടെ ഉണ്ടാകുന്നത് ന്യൂറോ ഫിബ്രിലേറ്ററി ടാങ്കിൾസ് ഫോർമേഷൻ ആണ്, NFT എന്നാണ് നമ്മൾ അതിന് എഴുതുക. സോ ഇത് ന്യൂറോൺസുകളുടെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ നിലയ്ക്കാനായിട്ട് കാരണമാകും. സോ 2 കാര്യങ്ങളാണ് മാറ്റം. ഒന്ന് പുറത്ത് അമൈലോയിഡ് പ്ലേഗ്സ്, ഒന്ന് ന്യൂറോണിന്റെ ഉള്ളിൽ ന്യൂറോ ഫിബ്രിലേറ്ററി ടാങ്കിൾസ് ഉണ്ടാകും. സോ 2 വന്നാലും ഒന്ന് ന്യൂറോൺസിന്റെ ഉള്ളിലെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ ഒന്ന് ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും നിലയ്ക്കുകയും ചെയ്യും. ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എവിടെയാണ്, ബ്രെയിൻ മൊത്തമാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പ്രത്യേകം ചില ഭാഗങ്ങളിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇത് നടക്കുന്നത് എൻറ്റോറൈനൽ കോർട്ടക്സിലാണ്. എൻറ്റോറൈനൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗം. 2 ഹിപ്പോകാമ്പസ്. ഇവിടെ 2 ആണ് ആദ്യം എഫക്ട് ചെയ്യുന്നത്. സോ ഡിക്ലറേറ്റീവ് മെമ്മറി ഒക്കെ പ്രധാന ഭാഗം ഇവിടെയാണ്. സോ ഈ ഭാഗങ്ങൾ തലച്ചോറിന്റെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, തലച്ചോറ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമുക്കറിയാവുന്ന ടെമ്പറൽ ലോബ്. സോ ഇവിടെയാണ് ഹിപ്പോകാമ്പസ് അല്ലെങ്കിൽ എൻഡോറൈനൽ ഇത് പാരാഹിപ്പോകാമ്പസ്, അമൈലോയിഡ് ഇങ്ങനെയൊക്കെയുള്ള അമിഗ്ഡാല ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഈ ഭാഗത്താണ് ഇരിക്കുന്നത്. ടെമ്പറൽ ലോബ് അപ്പുറത്തുണ്ട്. സോ 2 ഭാഗങ്ങളിലുണ്ട്. സോ ഇവിടെയാണ് ഇത് ബാധിക്കുക. ഇനി പിന്നീട് ഇത് ബേസൽ ഫോർ ബ്രെയിനെ ബാധിക്കും. ബേസൽ ഫോർ ബ്രെയിൻ ന്യൂക്ലിയസ് അതിനെ ബാധിക്കും. ബേസൽ ഫോർ ബ്രെയിൻ ന്യൂക്ലിയസ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അസറ്റൈൽ കോളിൻ ആണ്. അസറ്റൈൽ കോളിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ബേസൽ ഫോർ ബ്രെയിൻ ന്യൂക്ലിയസ് എന്ന് പറയുക. സോ അതിന് നമ്മൾ കോളിനർജിക്, അസറ്റൈൽ കോളിൻ ഉള്ളത് കോളിനർജിക് എന്ന വാക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. സോ കോളിനർജിക് ന്യൂറോൺസ് അറൈസ് ചെയ്യുന്ന ചില ഭാഗങ്ങളെയാണ് നമ്മൾ ഈ ബേസൽ ഫോർ ബ്രെയിൻ ന്യൂക്ലിയസ് എന്ന് പറയും. സോ ഇത് ഏറ്റവും പ്രധാനമായിട്ടും എവിടെ
എന്ന് വെച്ചാൽ ഇപ്പോൾ ഹൈപ്പോതലാമസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് മിഡ് ബ്രെയിൻ ആണ്. മിഡ് ബ്രെയിൻ്റെ മുന്നിൽ ഹൈപ്പോതലാമസ്, ഇവിടെ പിറ്റ്യൂട്ടറി ഒക്കെ ഉണ്ട്. സോ ഹൈപ്പോതലാമസിന്റെ ഇവിടെ മുൻവശത്തായിട്ട് ഇവിടെ നമുക്ക് ആന്റീരിയർ കമ്മീഷർ ഇങ്ങനെ പോകുന്നുണ്ട്, ആന്റീരിയർ കമ്മീഷർ. സോ ആന്റീരിയർ കമ്മീഷറിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് ഭാഗങ്ങളാണ്. അതിനെ നമ്മൾ ന്യൂക്ലിയസ് ബേസാലിസ് ഓഫ് മെയ്നർട്ട് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ന്യൂക്ലിയസ് ബേസാലിസ് എന്ന് പറയും. സോ ഇവിടെ നിന്ന് ഇത് ഇപ്പൊ ഇവിടെയാണെന്ന് വിചാരിക്കുക, ഈ ഭാഗത്താണ്, ഏകദേശം ഈ ഭാഗത്താണെങ്കിൽ ഇവിടെ നിന്ന് ബ്രെയിനിലേക്ക് ഇങ്ങനെ എല്ലായിടത്തേക്കും ന്യൂറോൺസ് പ്രവഹിക്കുന്നുണ്ട്, എല്ലാം കോളിനർജിക് ന്യൂറോൺസ്. സോ ഇവിടെ തകരാറിലാകുമ്പോൾ ഇവിടെ നിന്ന് അസറ്റൈൽ കോളിൻ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കാൻ പറ്റാതെ വരും. സോ ഇവിടെയും എന്തുണ്ടാകും, ദിസ് ബേസൽ ന്യൂക്ലിയസ് ബേസാലിസ് ഓഫ് മെയ്നർട്ടിലും എന്തുണ്ടാകും, അവിടെയും ഉണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേഗ്സ്, ന്യൂറോഫിബ്രിലേറ്ററി ടാങ്കിൾസ് എന്നിവ ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് കോളിനർജിക് ന്യൂറോൺസ് ബ്രെയിനിന്റെ പല ഭാഗം, കോർട്ടക്സിന്റെ പല ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നത് തടസ്സപ്പെടും. സോ ഇത് തകരാറിലാകും. ബ്രെയിനിന്റെ പല ഭാഗത്തും അസറ്റൈൽ കോളിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ, അസറ്റൈൽ കോളിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ എത്തുന്നില്ല, ന്യൂറോണൽ കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ അസറ്റൈൽ കോളിൻ വർദ്ധിപ്പിക്കുന്ന തരം മരുന്നുകളായിരിക്കും പ്രധാനമായിട്ടും നമ്മൾ അൽഷീമേഴ്സ് ഡിസീസിൽ ഉപയോഗിക്കുന്നത്. സോ അൽഷീമേഴ്സും അസറ്റൈൽ കോളിനും തമ്മിലുള്ള ഒരു ബന്ധം ഇതാണ്. മറ്റൊരു ഡ്രഗ് മെമാൻറ്റിൻ കൂടിയാണ്, അത് നമ്മൾ പറയും. ഇനി നമുക്ക് കാണേണ്ടത് എങ്ങനെയാണ് ഈ എക്സ്ട്രാ സെല്ലുലാർ അമൈലോയിഡ് പ്ലേഗ്സ് ഉണ്ടാകുന്നത് എന്നാണ് ഒന്ന്. രണ്ടാമത്തത് കാണേണ്ടത് എങ്ങനെയാണ് ഇൻട്രാസെല്ലുലാർ ന്യൂറോഫിബ്രിലേറ്ററി ടാങ്കിൾസ് ഉണ്ടാകുന്നത് എന്നാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണാം. സോ നമുക്ക് ആദ്യം ഇത് കാണാം. സോ ഇപ്പോൾ ന്യൂറോൺസിന്റെ സെൽ സർഫസ് ഏറൊക്കെയാണ്. ന്യൂറോൺസ് ഇവിടെ സെൽ ബോഡിയൊക്കെ ഉണ്ട്, ഇവിടെ ആക്സോൺ ഒക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഭാഗം എന്ന രീതിയിൽ വരയ്ക്കാം. സോ ഇങ്ങനെ ഒരു പ്രോട്ടീൻ ഇവിടെ ഇരിപ്പുണ്ടാവും. ഈ പ്രോട്ടീനെ നമ്മൾ വിളിക്കുക അമൈലോയിഡ് പ്രിക്കേഴ്സർ പ്രോട്ടീൻ എന്നാണ്. അമൈലോയിഡ് പ്രിക്കേഴ്സർ പ്രോട്ടീൻ, കാരണം അമൈലോയിഡ്സ് ഉണ്ടാകുന്ന പ്രിക്കേഴ്സർ പ്രോട്ടീൻ ആണ്. സോ ഇതിൽ നിന്നാണ് അമൈലോയിഡ്സ് ഉണ്ടാവേണ്ടത്. സോ വരച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് എ ബീറ്റ ഭാഗം എന്ന് നമുക്ക് പറയാം. സോ ഇവ മുറിച്ച് മാറ്റണം. പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവയെ മുറിച്ച് മാറ്റിയിട്ടാണ് ഇവയിൽ നിന്ന് ഇവിടെ ഫംഗ്ഷൻ അവസാനിപ്പിക്കും. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ മുറിക്കാം. ഒന്ന് സേഫ് പാത്വേ എന്നാണ് പറയാം. സേഫ് പാത്വേ മുറിച്ച് മാറ്റുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല, അതാണ് സാധാരണ നടക്കുക. രണ്ട്, ഇറ്റ് ക്യാൻ അണ്ടർഗോ ഡേഞ്ചറസ് പാത്വേയിലൂടെയും മുറിക്കാം. സേഫ് പാത്വേയിലാണ് സാധാരണ മുറിക്കുക. സോ ഡേഞ്ചറസ് പാത്വേയിൽ ഉണ്ടാകുന്ന അമൈലോയിഡ്സ് ആണ് കട്ട പിടിച്ച് ഇവിടെ സെല്ലിന് പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. സാധാരണ ഈ സേഫ് പാത്വേയിൽ ഇങ്ങനെ മുറിച്ച് മാറ്റുന്നതിന് രണ്ട് തരം എൻസൈംസ് നമുക്ക് ആവശ്യമാണ്. ഒന്ന്, അതിന്റെ പേര് ആൽഫ സെക്രീറ്റേസ് എന്നാണ്. ആൽഫ സെക്രീറ്റേസ് എന്ന് പറയുന്ന ആൽഫ സെക്രീറ്റേസ് ഇത് എ ബീറ്റ ഭാഗത്ത് വെച്ചിട്ട് ഇവിടെ വെച്ച് മുറിച്ച് മാറ്റും. ഏകദേശം ഇവിടെ വെച്ച് മുറിച്ച് മാറ്റുന്നു. ഇങ്ങനെ ഒരു ഭാഗം കിട്ടും. ഈ കിട്ടുന്ന ഭാഗം വേഗം നശിച്ചു പോകും, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി രണ്ടാമത്തെ എൻസൈം, സെക്കൻഡ് എൻസൈം എന്ന് പറയുന്നത് ഗാമ സെക്രീറ്റേസ് ആണ്. ഗാമ സെക്രീറ്റേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഈ എൻസൈം ഒരു 4 തരം എൻസൈംസ് ചേർന്ന ഒരു എൻസൈം സിസ്റ്റം. സോ ഇതിന്റെ എല്ലാത്തിന്റെ പേര് ഓർത്തിരിക്കണ്ട, എങ്കിലും ഒരെണ്ണത്തിന്റെ പേര് ഓർത്തിരിക്കുന്ന നല്ലതായിരിക്കും. ഒന്ന് പ്രിസെനലിൻ 1 എന്ന് പറയുന്നതും പ്രിസെനലിൻ 2, 1ഉം 2ഉം ഉണ്ട്. രണ്ടാമത്തത് നിക്കാസ്ട്രിൻ എന്നാണ് അതിന്റെ പേര്. മൂന്നാമത്തത് APH1 എന്നാണ്. നാലാമത്തത് പ്രിസെനലിൻ എൻഹാൻസർ 2 എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ്. അതിൽ ഇതൊന്നും ഓർത്ത് വെച്ചേക്ക്, നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. ഇങ്ങനെ 4 പ്രോട്ടീൻ ചേർന്ന സംയുക്തമാണ്. ഇവ കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്തതിന്റെ അടിയിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. സോ ഇങ്ങനെ ഒരു ഭാഗം കിട്ടും, താഴത്ത് ഒരു ഭാഗം കിട്ടും. ഈ താഴത്ത് കിട്ടുന്നതിനെ നമ്മൾ AICD അല്ലെങ്കിൽ ഇൻട്രാസെല്ലുലാർ ഡൊമൈനാണ് ഇവിടെ കിട്ടുന്നത്. ഇതും കുഴപ്പമില്ല, ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗവും വേഗം നശിച്ചു പോകും. സോ ഇതിനെ നമ്മൾ P3 പെപ്റ്റൈഡ് എന്നാണ് വിളിക്കുക. P3 പെപ്റ്റൈഡ്, ഇതിനെ നമ്മൾ AICD ഉള്ളിലുണ്ടാവുന്ന അതിനാണ്. സോ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് മൂലം അമൈലോയിഡ് പ്രിക്കേഴ്സർ പ്രോട്ടീൻ കുഴപ്പമില്ല, ഇത് എങ്ങനെ പോയാലും ഇവിടെ കട്ട പിടിക്കാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. ഇതാണ് സേഫ് പാത്വേ എന്ന്. സോ സേഫ് പാത്വേയിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. ഇനി ഈ അമൈലോയിഡ് പ്രിക്കേഴ്സർ പ്രോട്ടീൻ APP കട്ട് ചെയ്യുന്ന രണ്ടാമതൊരു മാർഗമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിനെ നമ്മൾ ഡേഞ്ചറസ് പാത്വേ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് ആൽഫ സെക്രീറ്റേസിന് പകരം, ഇവിടെ ആൽഫ സെക്രീറ്റേസിന് പകരം പുതിയ വേറൊരു എൻസൈമാണ്. അതിന്റെ പേര് ബീറ്റ സെക്രീറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് വന്ന് കട്ട് ചെയ്യുക. അതിന്റെ കട്ടിങ്ങിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നേരത്തെ എ ബീറ്റ റീജിയനിലാണ് കട്ട് ചെയ്തെങ്കിൽ ഇത് കട്ട് ചെയ്യുക ഇവിടെ ബീറ്റ പോർഷൻ, എ ബീറ്റ പോർഷൻ അല്ല, അതിന് മുൻപ് വെച്ചിട്ടായിരിക്കും കട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള ഒരു കാരണം ചിലപ്പോൾ APP പ്രോട്ടീനിൽ ഉണ്ടാകുന്ന ജനറ്റിക് മ്യൂട്ടേഷൻ മൂലമായിരിക്കാം എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഭവം ഇവിടെ വേറെയാണ്. അപ്പൊ വീണ്ടും ഗാമ സെക്രീറ്റേസ് വന്ന് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഭവങ്ങൾ ഇവിടെ P3 അല്ല കിട്ടുക, നമുക്ക് കിട്ടുന്നത് വേറെ 2 സാധനങ്ങളാണ്. അതിനെ നമ്മൾ AB40 എന്നും ABeta42 എന്നുമാണ് വിളിക്കുക. സോ ഇങ്ങനെ 2 എണ്ണമായിരിക്കും സാധാരണ രീതിയിൽ ഉണ്ടാവുക. കാരണം അതിന് 2 അമിനോ ആസിഡ്സ് മാറ്റി വെച്ച് കട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ 2ൽ ഏതെങ്കിലും ഉണ്ടാകാം. ദെൻ ഇത്
പഴയതുപോലെ തന്നെ AICD പഴയതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇതിന് കുഴപ്പം. ഈ ഉണ്ടായ AB40 AB42 അതിൽ പ്രത്യേകിച്ച് ദിസ് AB42 ഈസ് ഡേഞ്ചറസ്. കാരണം ഈ ഉണ്ടായ സാധനം ഇതിവിടെ ഉണ്ടാവുന്ന ഇതിന് കട്ട പിടിക്കാൻ കൂട്ടുചേർന്ന് മറ്റ് AB42 ആയിട്ട് ഇങ്ങനെ ചേർന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. AB40ക്കും കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ദിസ് AB40 ആൻഡ് AB42 എസ്പെഷ്യലി ദിസ് AB42 ഭയങ്കരമായിട്ട് കട്ട പിടിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, അമൈലോയിഡ് പ്ലേഗ്സ് ഉണ്ടാകുക. സോ അമൈലോയിഡ് പ്ലേഗ്സ് ഉണ്ടാവാനുള്ള കാരണം ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അമൈലോയിഡ് പ്ലേഗ്സ് എന്നാണ് നമ്മൾ ഇതിന് പറയുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഗാമ സെക്രിറ്റീസ്, ദിസ് ഈസ് ഗാമ സെക്രിറ്റീസ് ആണ് കൃത്യമായിട്ട് കട്ട് ചെയ്യുന്ന ആളാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിലൊരു പ്രോട്ടീനാണ് നമ്മൾ പറഞ്ഞത് പ്രിസിനലിൻ 1 and 2. ഇതിൽ എവിടെയെങ്കിലും ഒരു മ്യൂട്ടേഷൻ ഉണ്ടെങ്കിലും ഈ കട്ട് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം വരും. അപ്പോൾ ഉണ്ടാകുന്ന സാധനം AB40 AB42 പോലെ തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെ ഉണ്ടാകുന്ന AB40 AB42 അല്ലെങ്കിൽ പ്രിസിനലിൻ മ്യൂട്ടേഷൻ മൂലം ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള പ്രോട്ടീൻ എല്ലാത്തിനെയും കൂടി ചേർത്ത് നമുക്ക് അമൈലോയിഡോജനിക് പ്രോട്ടീൻസ്, സോ അങ്ങനെയുള്ള ഒരു പ്രോട്ടീൻ ഉണ്ടാകാം. സോ ഇത് എന്ത് ചെയ്യും, ഇത് ന്യൂറോൺസിന്റെ, ഇപ്പോൾ ഞാൻ ഇത് ഡെൻഡ്രൈറ്റ്സ് ആണെന്ന് പറഞ്ഞു, ഇത് ആക്സോൺ ആണെങ്കിൽ ഒന്നും കൂടി വരയ്ക്കാം. സോ ഈ ന്യൂറോൺസിന്റെ ഇവിടെ വന്ന് ഇങ്ങനെ അമൈലോയിഡ് പ്ലേഗ്സ് ഫോം ചെയ്യും. സോ ദിസ് ഈസ് ഹാപ്പനിങ് ഔട്ട്സൈഡ് ദ ന്യൂറോണിന്റെ പുറത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുക. സോ ഇതിനാണ് നമ്മൾ അമൈലോയിഡ് പ്ലേഗ്സ് എന്ന് പറയും. സോ ദിസ് ദ ഫോർമേഷൻ ഓഫ് അമൈലോയിഡ് പ്ലേഗ്സ്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം ന്യൂറോണിന്റെ ഉള്ളിലാണ് നടക്കുന്നത് എന്ന് നമ്മൾ പറയും. ന്യൂറോണിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനമാണ്. ഇത് ആക്സോൺ ആണ് ഞാൻ വരയ്ക്കുന്നത്, ഇത് ആക്സോൺ എൻഡ്. ഓക്കെ, ന്യൂറോണിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം ന്യൂറോൺസ് എന്ന് ഞാൻ വരയ്ക്കാം. ഓക്കെ, ഭംഗിയൊന്നും നോക്കണ്ട. ഇത് ന്യൂറോൺസിന്റെ ഉള്ളിൽ സാധനങ്ങൾ സെൽ ബോഡിയിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ദർ ആർ സം മൈക്രോട്യൂബ്യൂൾസ്. സോ ഇതിനെ നമ്മൾ മൈക്രോട്യൂബ്യൂൾസ് എന്നാണ് പറയാം. മൈക്രോട്യൂബ്യൂൾസ് ബലമൊക്കെ കൊടുക്കുന്ന സംഭവമാണ് ന്യൂറോൺസ്. ഈ മൈക്രോട്യൂബ്യൂൾസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ആൽഫ ബീറ്റ ട്യൂബുലിൻസ് ചേർന്നിട്ടാണ്. സോ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ മൈക്രോട്യൂബ്യൂൾസ് ഉണ്ടാകുന്ന ആൽഫ ബീറ്റ 13 ചേർന്നിട്ടാണ്. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ 13 ഉണ്ടാകും. അത് ഇങ്ങനെ ഒരു സർക്കിൾ പോലെയാണ്, അതിനകത്ത് കൂടിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. സോ ഈ ആൽഫ ബീറ്റ ട്യൂബുലിൻ ഇതിനൊരു ബലം കൊടുക്കാനായിട്ട് ഇതുമ്മ കയറി ഒട്ടിച്ചേർന്നിരിക്കുന്ന ചില പ്രോട്ടീനുകളുണ്ട്. ഇതിലിങ്ങനെ ബലം കിട്ടാനായിട്ട്, സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട്. സോ സ്റ്റെബിലൈസേഷൻ ഓഫ് മൈക്രോട്യൂബ്യൂൾസ്. ഈ പ്രോട്ടീൻ്റെ പേര് ടൗ പ്രോട്ടീൻസ് എന്നാണ്. ടൗ. സോ ഇവിടെ ടൗ പ്രോട്ടീൻ, ഇവിടെ ടൗ പ്രോട്ടീൻ, ഇവിടെ ഇങ്ങനെ ടൗ പ്രോട്ടീൻ, ഇവിടെ ഇങ്ങനെ ടൗ പ്രോട്ടീൻ. TAU ആണ് ടൗ. ടൗ എന്ന് പറയുന്ന പ്രോട്ടീൻസ് ഉണ്ട്. സോ സംഹൗ ഇവിടെ കൂടുതൽ ഉണ്ടാകാവുന്ന അമൈലോയിഡ് പ്രോട്ടീൻ മൂലമാണോ എന്താണെന്ന് അറിയില്ല, അവിടെ ഉണ്ടാക്കുന്ന സ്ട്രെസ് ആയിരിക്കും കാരണം. എന്തായാലും ഈ പ്രോട്ടീൻ ഗെറ്റ്സ് മോർ ഹൈപ്പർ ഫോസ്ഫോറിലേറ്റഡ്, അല്ലെങ്കിൽ ഇവിടെ ഫോസ്ഫേറ്റ് വന്ന് ഒട്ടിച്ചേരും, ഇവിടെ ഫോസ്ഫേറ്റ് വന്ന് ഒട്ടിച്ചേരും, ഇവിടെ ഫോസ്ഫേറ്റ് വന്ന് ഒട്ടിച്ചേരും, ഇവിടെ ഫോസ്ഫേറ്റ്. ടൗ പ്രോട്ടീനിൽ ഹൈപ്പർ ഫോസ്ഫോറിലേഷൻ നടക്കും. ഹൈപ്പർ ഫോസ്ഫോറിലേഷൻ നടത്തിയാൽ ടൗ പ്രോട്ടീൻസ് തമ്മിൽ ഇങ്ങനെ എല്ലാം കൂടി കൂടിച്ചേരും. ടൗ പ്രോട്ടീൻ, ഇത് ടൗ ആണ്, ഇത് ടൗ ആണ്, ഇത് ടൗ ആണ്. സോ ഇങ്ങനെ ഉണ്ടാകുന്ന പല ടൗ പ്രോട്ടീൻസിന്റെ രണ്ടെണ്ണം വേറൊരു ടൗ പ്രോട്ടീൻ ആണെന്ന് വിചാരിക്കാം. ഇവ തമ്മിൽ ഇങ്ങനെ ലൈക്ക് ദിസ് ഇതേപോലെ ദേ ഫോം പെയർഡ് ഹെലിക്കൽ ഫിലം. സോ അതിന് പറയുന്നത് പെയർഡ്, ഇതാണ് ഞാൻ പറയുന്ന പെയർഡ് ഹെലിക്കൽ ഫിലമെന്റ്സ്. ആദ്യം ഇതിൽ നിന്ന് വിട്ടുപോകും, വിട്ടു ചേർന്നിട്ട് പിന്നെ അവ ഇങ്ങനെ നമ്മളുടെ ഇപ്പോൾ ഒരു DNA ഒക്കെ പോലെയാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. പെയർഡ് ഹെലിക്കൽ ഫിലമെന്റ്സ് ഫോം. ഇത് ഇവിടെ ഇങ്ങനെ അടിഞ്ഞുകൂടും, ന്യൂറോൺസിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ന്യൂറോഫിബ്രിലേറ്ററി ടാങ്കിൾസ് ഫോർമേഷൻ എന്ന് പറയാം. സോ ന്യൂറോഫിബ്രിലേറ്ററി ടാങ്കിൾസ് ഫോർമേഷൻ ഈസ് ബിക്കോസ് ഓഫ് ടൗ പ്രോട്ടീൻ മൂലമാണ്, അവ കൂട്ടിച്ചേരുന്നത് മൂലമാണ്. അപ്പൊ ഇത് എവിടെയൊക്കെയാണ് നടക്കുന്നത് നമ്മൾക്ക് ഓൾറെഡി അറിയാം. എൻഡോറൈനൽ കോർട്ടക്സിൽ നടക്കും, ഹിപ്പോകാമ്പസിൽ നടക്കും, ന്യൂക്ലിയസ് ബേസാലിസിൽ നടക്കും. സോ ആദ്യം എൻഡോറൈനൽ കോർട്ടക്സ് നടക്കുമ്പോൾ ഓർമ്മയ്ക്ക് ഇത്തിരി കുറയും, പിന്നീട് ന്യൂക്ലിയസ് ബേസാലിസ് നടക്കുമ്പോൾ അവിടെ നിന്ന് ബ്രെയിനിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ അയക്കുന്നത് അതിന്റെ ഫംഗ്ഷൻ കുറയും. സോ ബ്രെയിനിലെ ന്യൂറോൺസ് പ്രവർത്തനം, തമ്മിലിടപെടുന്ന പ്രവർത്തനം എല്ലാം താറുമാറിലാകുന്നതിനെയാണ് നമ്മൾ അൽഷീമേഴ്സ് ഡിസീസ് എന്ന് പറയും. സോ ഇപ്പൊ ഇതെങ്ങനെ ഡയഗ്നോസ് ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞു. ആ ലക്ഷണങ്ങൾക്കൊപ്പം നമുക്ക് MRI സ്കാൻ ചെയ്യാം. MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെൻട്രിക്കിൾസ്, എൻലാർജ്ഡ് വെൻട്രിക്കിൾസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അധികം വെള്ളം നിറഞ്ഞ വെൻട്രിക്കിൾസ്, ബ്രെയിൻ ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റും. സൈസ് ഓഫ് ബ്രെയിൻ ഈസ് പ്രൊപ്പോർഷനേറ്റ്ലി സ്മോൾ ആണ്. ദെൻ നമ്മൾ പറഞ്ഞു ഗൈറ താഴുകയും സൾക്കെ വലുതാവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ബ്രെയിൻ ഏകദേശം സ്മൂത്ത് ആയിട്ടൊക്കെ ആയിരിക്കും. ദെൻ PT സ്കാൻ ചെയ്യാം. PET സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് A ബീറ്റ തമ്മിലുള്ള
ഇതുപോലുള്ള പെപ്റ്റൈഡ് ഒട്ടിച്ചേർന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിന് നമ്മൾ സാധാരണ ഒരു പിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന, ഞാൻ വായിച്ചെടുത്താണ്, പിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന ചില കോമ്പൗണ്ട്സ് ഒക്കെ നൽകിയിട്ടായിരിക്കും നമ്മൾ ഈ പെറ്റ് സ്കാൻ ഒക്കെ ചെയ്യുക. സോ ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ഓർ ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് അൽഷീമേഴ്സ് എത്ര തരമുണ്ടെന്ന് പറയാം. അൽഷീമേഴ്സ് 2 തരമുണ്ട്. ഒന്ന് നമ്മൾ സ്പൊറാഡിക് എന്നാണ് വിളിക്കുക, സ്പൊറാഡിക്. രണ്ടാമത്തത് നമ്മൾ വിളിക്കുക ഫാമിലിയൽ എന്നാണ്, ഫാമിലിയൽ. സ്പൊറാഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൊറാഡിക് ആണ് ഏറ്റവും അധികം ഉള്ളത്. 90 to 95% അൽഷീമേഴ്സും സ്പൊറാഡിക് ആണ്. പ്രായമാണ്, ഏജ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. 60 to 65 വയസ്സുള്ള ആൾക്കാരിൽ മിക്കവാറും 1% പേരിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ എബവ് 85 മുകളിലാണെങ്കിൽ ഇറ്റ് ഈസ് സം അറൌണ്ട് 50% ആൾക്കാരിലും ഈ പറയുന്ന ന്യൂറോഫിബ്രിലറി ടാങ്കിൾസും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ബീറ്റ അമൈലോയിഡ് പ്രോട്ടീനെ നശിപ്പിക്കുന്ന അങ്ങനെ ഉണ്ടാകുന്ന ബീറ്റ അമൈലോയിഡ് പ്രോട്ടീൻസ് ഉണ്ട്. അതിനെ നശിപ്പിക്കുന്ന അപ്പോ ഇ എന്ന് പറയുന്ന E4 അതിലുണ്ടാകുന്ന വ്യതിയാനം മൂലമായിരിക്കാം ഇവരിലൊക്കെ അധികവും സംഭവങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഡിസീസ് ഉണ്ടാകും, കൂടുതലായിട്ട് കാണപ്പെടും. സോ ജനറ്റിക് ഫാക്ടേഴ്സ് കുറച്ച് കാര്യമായിരിക്കാം. ദെൻ എൻവയോൺമെന്റൽ ഫാക്ടർ, ജീവിക്കുന്ന അവിടെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ മൂലമായിരിക്കാം സ്പൊറാഡിക് കേസസ് ഉണ്ടാവുക. ഇതാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. രണ്ടാമത്തേത് നമുക്ക് പറയാനുള്ളത് ഫെമിലിയൽ ടൈപ്പ് ആണ്. ഇത് ഫാമിലിയിൽ ഉണ്ടാകുന്നതാണ്. ഏകദേശം 5 to 10% കേസസ് ഓഫ് അൽഷീമേഴ്സ് ആർ ഫാമിലിയൽ ടൈപ്പ് ആണ്. ഇവരിൽ പ്രത്യേകത ഏർലി ഓൺസെറ്റ് ആണ്, വേഗത്തിൽ. മറ്റേത് 60-65 വയസ്സ് 70 വയസ്സാകുമ്പോഴാണെങ്കിൽ 40 ആകുമ്പോഴത്തേക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. സോ ഇവിടെ മ്യൂട്ടേഷൻ ഇൻ സിംഗിൾ ജീൻ, ഒരു ജീനിൽ ഏതെങ്കിലും മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇത് നടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രസനലിൻ, അതുകൊണ്ടാണ് ഞാൻ പ്രസനലിൻ ഓർത്തിരിക്കാൻ പറഞ്ഞ 1 and 2 ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ മൂലം ഉണ്ടാകുന്ന പ്രോട്ടീൻ വ്യത്യസ്തമാണെങ്കിൽ അവ കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാകും. ഇനി മറ്റൊരു പ്രശ്നം ഡൗൺ സിൻഡ്രോം ആണ്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേക്കും ട്രൈസോമി ആണല്ലോ. ട്രൈസോമി at 21 എന്ന് പറയുന്നതാണ്. 21ാമത്തെ ക്രോമസോം കൂടുതലാണ്. സോ എക്സ്ട്രാ ക്രോമസോം, ഈ എക്സ്ട്രാ ക്രോമസോം 21 വരുന്നത്. സോ അതിൽ ഈ APP ജീൻ ഉണ്ട്. APP ജീൻ ഉള്ളത് കൊണ്ട് അത് കൂടുതലായിട്ട് അമൈലോയിഡ് പ്രിക്കേഴ്സർ പ്രോട്ടീൻ കൂടുതലായിട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. സോ അത് കൂടുതലായിട്ടുണ്ടാകുമ്പോൾ അമൈലോയിഡ് ഉണ്ടാകുന്നതും കൂടുതലായിട്ടുണ്ടാകും. സോ അങ്ങനെ ഉണ്ടാകാവുന്ന ഡൗൺ സിൻഡ്രോം ആണ് മറ്റൊരു റീസൺ. സോ ഇത്രയാണ് നമുക്ക് അൽഷീമേഴ്സിന്റെ ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. നമ്മൾ മരുന്നുകളെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. ദെൻ ഇനി നമുക്ക് അസുഖത്തെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.